ഒരു ബ്രോക്കർ പോയി പിന്നെ എല്ലാ ട്രേഡേഴ്സും പാനിക് മോഡിലായി. ബട്ട് റിലാക്സ് ഗൈസ്, മാർക്കറ്റിൽ വേറെ കുറെ ബ്രോക്കേഴ്സും കൂടി ഉണ്ട്. ലെറ്റ് മീ ടെൽ യു വിച്ച് വൺ ആർ ദ ബെസ്റ്റ്. സോ ഐ എം സ്നേഹ, ഐ എം എ prop firm trader for the last 2 years. ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഡൈവേഴ്സിഫിക്കേഷൻ എത്ര ഇമ്പോർട്ടന്റ് ആണ്. അതായത് നിങ്ങളെ ഫണ്ട് സ്പ്രെഡ് ചെയ്യാനും റിസ്ക് മിനിമൈസ് ചെയ്യാനും. ഇപ്പൊ ഒരു ബ്രോക്കർ ഉണ്ടായിരുന്നു, എല്ലാവരും യൂസ് ചെയ്തിരുന്നതാണ്, പോപ്പുലർ ആയിരുന്നു, എവറിത്തിങ് സ്മൂത്ത് ആയിരുന്നു. ആൻഡ് സഡൻലി ബൂം, ഇന്ത്യയിൽ അവരുടെ സർവീസസ് സ്റ്റോപ്പ് ആയി. ബട്ട് ആസ് ഐ സെഡ്, ദർ ആർ മെനി അതർ ബ്രോക്കേഴ്സ് ഇൻ ദ മാർക്കറ്റ്. ഫോർ എക്സാമ്പിൾ വാൻറ്റേജ്, ഇത് 15+ ഇയേഴ്സ് ആയിട്ട് മാർക്കറ്റിലുണ്ട് ആൻഡ് പാർട്ട്ണർ വിത്ത് ഫെറാറി ആണ്. അവരുടെ സ്പ്രെഡ്സ് നോക്കിയാൽ ഗോൾഡിൽ സ്പ്രെഡ് വരുന്നത് ആസ് ലോ ആസ് 0.75 ആണ്. അവരുടെ അടുത്ത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അക്കൗണ്ട് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഡ്രോ അക്കൗണ്ട്, അവിടെ മിനിമം ഡെപ്പോസിറ്റ് $50 ആണ്, കമ്മീഷൻ $3 per lot ആണ്. സ്റ്റാൻഡേർഡ് അക്കൗണ്ട് ഉണ്ട്, പ്രോ ECN അക്കൗണ്ട് ഉണ്ട്, പിന്നെ സെന്റ് അക്കൗണ്ടും കൂടി ഉണ്ട്. ഇത് ചെറിയ ട്രേഡേഴ്സിന് വേണ്ടിയിട്ടാണ്. ഇതല്ലാതെ നിങ്ങൾക്ക് കൺവേർഷൻ റേറ്റ്, അതായത് INR USD കൺവേർട്ട് ചെയ്യുമ്പോൾ യൂഷ്വലി റേറ്റ് കൂടുതലാവലാണ്. ബട്ട് വാൻറ്റേജ് ക്ലെയിം ചെയ്യുന്നത് അവർ നിങ്ങൾക്ക് സെയിം മാർക്കറ്റ് റേറ്റ് ആണ് തരാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ 1 USD റേറ്റ് 84 rupees ആണെങ്കിൽ നിങ്ങൾക്ക് അതേ റേറ്റിൽ തന്നെയാണ് USD കിട്ടാൻ. So low deposit plus tight spread is a perfect combo. So my final verdict is that broker choose ചെയ്യുമ്പോൾ popularity മാത്രം നോക്കണ്ട. You also have to check, does it match your trading style, capital and comfort. ഞാൻ പേഴ്സണലി വാൻറ്റേജ് യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഓൾസോ നിങ്ങൾക്ക് വാൻറ്റേജിന്റെ ലിങ്ക് വേണമെങ്കിൽ കോമെന്റ് ലിങ്ക് ആൻഡ് ഞാൻ നിങ്ങളുടെ DM ൽ ഷെയർ ചെയ്യുന്നതാണ്.